ജ്യോതിഷത്തിന്റെ നിഗൂഢമായ ആകാശവീതിയിൽ മൂലം പോലെ ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നക്ഷത്രമുണ്ടാകില്ല. കേട്ടറിവുകളിലും പഴഞ്ചൊല്ലുകളിലും ഈ നക്ഷത്രം പലപ്പോഴും ഒരു ഭീതിയായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മൂലം നക്ഷത്രം കുലം മുടിക്കുമെന്നും മൂലത്തിൽ ജനിച്ച പെണ്ണ് അമ്മായിയമ്മയ്ക്ക് ദോഷമെന്നുമുള്ള അന്ധവിശ്വാസങ്ങളുടെ കരിനിഴൽ ഈ നക്ഷത്രത്തിന്റെ യഥാർത്ഥ തേജസ് പലപ്പോഴും മറയ്ക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ എന്താണ് സത്യത്തിൽ മൂലം നക്ഷത്രം? ഇതൊരു ശാപമാണോ, അതോ പ്രപഞ്ചം കാത്തുവച്ച വലിയൊരു രഹസ്യത്തിന്റെ താക്കോലാണോ? ഈ യാത്ര തുടങ്ങുന്നത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവിൽ നിന്നാണ്. ആധുനിക ജ്യോതിശാസ്ത്രം പോലും വിസ്മയത്തോടെ നോക്കിക്കാണുന്ന നമ്മുടെ ആകാശഗംഗയുടെ ഹൃദയഭാഗം സ്ഥിതി ചെയ്യുന്നത് മൂലം നക്ഷത്രത്തിന്റെ നേർരേഖയിലാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ സകല ഊർജവും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പവർ ഹൗസ് ആണ് മൂലമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. മൂലമെന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേരെന്നാണ്. ഒരു വൃക്ഷത്തിന്റെ എല്ലാ സൗന്ദര്യവും പൂക്കളിലും കായ്കളിലുമാണെങ്കിൽ അതിന്റെ ജീവനും കരുത്തും മണ്ണിലാഴ്ന്നു നിൽക്കുന്ന വേരുകളിലാണ്. അതുപോലെ ലോകത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ആഴമേറിയ സത്യങ്ങളെ തേടി പോകുന്നവരാണ് മൂലം നക്ഷത്രക്കാർ. ഈ നക്ഷത്രത്തിന്റെ അധിപതി നിര്യതി എന്ന ദേവതയാണ്. നാശത്തിന്റെ ദേവത എന്ന് നിര്യതിയെ ഉപരിപ്ലവമായി വിശേഷിപ്പിക്കപ്പെടാറുണ്ടെങ്കിലും ജ്യോതിഷത്തിലെ ഗഗനമായ അറിവുകൾ പ്രകാരം നിര്യതി എന്നാൽ പരിവർത്തനത്തിന്റെ ദേവതയാണ്. ഒരു പുതിയ നിർമ്മാണം നടക്കണമെങ്കിൽ പഴയത് തകരേണ്ടതുണ്ട്. ഒരു വിത്ത് സ്വയം മണ്ണിൽ അലിഞ്ഞില്ലാതായാൽ മാത്രമേ അതിൽ നിന്ന് പുതിയൊരു ജീവൻ മുളപ്പൊട്ടുകയുള്ളൂ. ആ ഒരു പരിവർത്തന പ്രക്രിയയുടെ പ്രതിരൂപമാണ് മൂലം. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം വലിയ തകർച്ചകളിലൂടെയും അതിനേക്കാൾ വലിയ ഉയർത്തെഴുന്നേൽപ്പുകളിലൂടെയും കടന്നു പോകുന്നു. ഇവർ നശിപ്പിക്കുന്നത് അനാചാരങ്ങളെയും അഹംഭാവത്തെയുമാണ്. മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാത്ത സത്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം മൂലത്തിന് സ്വന്തമാണ്. ലോകം നയതന്ത്രജ്ഞതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂലം നക്ഷത്രക്കാർ സത്യത്തിന്റെ മൂർച്ചയുള്ള വാളുമായി നിലകൊള്ളുന്നു. ഇതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഒറ്റപ്പെട്ടവരായി തോന്നിപ്പിക്കാം. എന്നാൽ ആ ഒറ്റപ്പെടലിലാണ് ഇവരുടെ ശക്തി കുടികൊള്ളുന്നത്. ആരെയും ആശ്രയിക്കാത്ത സ്വന്തം വ്യക്തിത്വം കൊണ്ട് ചരിത്രം രചിച്ച ഒട്ടേറെ പ്രതിഭകൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ്. സാക്ഷാൽ ആഞ്ജനേയന്റെയും രാവണന്റെയും ഊർജം ഈ നക്ഷത്രത്തിൽ നിഴലിക്കുന്നു എന്നത് ഇതിന്റെ വൈരുദ്ധ്യവും ഒപ്പം വന്യമായ കരുത്തും വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് മൂലം നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്? എന്താണ് ഇവരുടെ ജീവിതത്തിലെ ആരും പറയാത്ത കാണാപ്പുറങ്ങൾ? ആൾക്കൂട്ടത്തിനിടയിലും ഇവർ എങ്ങനെയാണ് ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയാണ് ഇനി നമ്മൾ നടത്താൻ പോകുന്നത്. ഭയത്തെ മാറ്റി നിർത്തി ഈ നക്ഷത്രത്തിന്റെ ആത്മീയവും ഭൗതികവുമായ കരുത്തിനെ തിരിച്ചറിയുമ്പോഴാണ് മൂലം പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ വേരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. വാക്കുകൾ കൊണ്ട് വരച്ചിടാൻ പ്രയാസമുള്ള അഗ്നിയും അമൃതും ഒരേപോലെ പേറുന്ന മൂലം നക്ഷത്രക്കാരുടെ ആരും കാണാത്ത ആന്തരിക ലോകത്തേക്ക് നമുക്കൊന്ന് ഊളിയിട്ട് നോക്കാം. നിഗൂഢതകളുടെ ആഴക്കടലിൽ നിന്ന് സത്യത്തിന്റെ മുത്തുകൾ തേടിയുള്ള യാത്ര, അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂലം നക്ഷത്രത്തിന്റെ അധിപതി നിര്യതിയാണ്. പലപ്പോഴും നാശത്തിന്റെ ദേവതയായി നിര്യതിയെ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ജ്യോതിഷത്തിലെ ഗഗനമായ തലങ്ങളിൽ പഴയതിനെ നശിപ്പിച്ച് പുതിയതിന് വഴിമരുന്നിടുന്ന പ്രക്രിയയാണ് നിര്യതി സൂചിപ്പിക്കുന്നത്. ഒരു കാട് നശിച്ചാലേ അവിടെ പുതിയ മുളകൾ വരികയുള്ളൂ. അതുപോലെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അഹംഭാവത്തെയും അനാവശ്യമായ ചിന്തകളെയും നശിപ്പിച്ച് അവരെ ആത്മീയതയിലേക്കും സത്യത്തിലേക്കും നയിക്കുക എന്നതാണ് മൂലത്തിന്റെ ആന്തരിക ധർമ്മം. മൂലം നക്ഷത്രക്കാർ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ ഓരോ തകർച്ചയ്ക്ക് ശേഷവും അവർ ഉയർത്തെഴുന്നേൽക്കും. ദൈവികമായ ഒരു അദർശ്യകരം എപ്പോഴും ഇവരെ കാത്തു സംരക്ഷിക്കുന്നുണ്ടാകും. നയതന്ത്രജ്ഞത ഇവരുടെ നിഘണ്ടുവിലില്ല. ഉള്ള കാര്യം മുഖത്തു നോക്കി പറയുന്ന സ്വഭാവക്കാരായതുകൊണ്ട് ഇവർക്ക് ശത്രുക്കൾ ഏറും. ഇവർ കടന്നു ചെല്ലുന്ന കുടുംബത്തിലോ സ്ഥാപനത്തിലോ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അത് ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ നെഗറ്റീവായി തോന്നാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് വലിയ പുരോഗതിക്ക് വഴിവെക്കും. എത്ര അടുത്ത സുഹൃത്തുക്കളോടായാലും സ്വന്തം ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ ഇവർ ഉള്ളിൽ തന്നെ സൂക്ഷിക്കും. ആർക്കും പൂർണ്ണമായി പിടികൊടുക്കാത്ത വ്യക്തിത്വമാണ് ഇവരുടേത്. രാമായണത്തിലെ രാവണൻ മൂലം നക്ഷത്രക്കാരനായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അസാമാന്യ പാണ്ഡിത്യം, തപസ്സു ചെയ്യാനുള്ള കഴിവ്, എന്നാൽ അമിതമായ അഹങ്കാരം എന്നിവ രാവണന്റെ പ്രത്യേകതയായിരുന്നു. മൂലത്തിന്റെ നെഗറ്റീവ് വശം അഹങ്കാരമാണ്. എന്നാൽ ആ അഹങ്കാരം വെടിഞ്ഞാൽ മൂലം നക്ഷത്രക്കാരെ പോലെ വലിയ വിജ്ഞാനികൾ വേറെയില്ല. മറ്റൊരു ഐതിഹ്യം മൂലത്തെ അസുരഗണത്തിൽ പെടുത്തുന്നു എന്നതാണ്. ഇതുകൊണ്ട് ഇവർ ക്രൂരന്മാരാണെന്ന് അർത്ഥമില്ല. മറിച്ച് ലൗകികമായ ആഗ്രഹങ്ങളെക്കാൾ ലക്ഷ്യബോധത്തിന് പ്രാധാന്യം നൽകുന്നവരാണെന്നാണ് ഇതിന്റെ പൊരുൾ. ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പ്രകാരം മൂലത്തിന്റെ 4 പാദങ്ങളിൽ ആദ്യത്തെ പാദത്തിൽ ജനിക്കുന്നവർക്ക് മാത്രമേ ചില ദോഷഫലങ്ങൾ പറയപ്പെടുന്നുള്ളൂ. അത് ശരിയായ പരിഹാരങ്ങളിലൂടെ മാറ്റാവുന്നതാണ്. ശാസ്ത്രജ്ഞർ, ഗവേഷകർ, ഡിറ്റക്റ്റീവുകൾ എന്നിവർക്കിടയിൽ ഈ നക്ഷത്രക്കാരെ ധാരാളമായി കാണാം. ഒരിക്കൽ ഒരു ലക്ഷ്യം നിശ്ചയിച്ചാൽ അത് നേടിയെടുക്കാൻ ഇവർ ഏതറ്റം വരെയും പോകും. തോൽവി സമ്മതിക്കാൻ ഇവർക്ക് മടിയാണ്. ജീവിതത്തിന്റെ 2ാം പകുതിയിൽ ഇവർ വലിയ ആത്മീയ ചിന്താഗതിക്കാരായി മാറും.
കേതുവാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. കേതു മോക്ഷകാരകനാണ്. അതിനാൽ തന്നെ ഭൗതിക സുഖങ്ങളെക്കാൾ മനഃശാന്തിക്കായിരിക്കും ഇവർ പ്രാധാന്യം നൽകുക. മൂലം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ഇവർക്ക് പങ്കാളിയുമായി ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന് കാരണം ഇവരുടെ സ്വതന്ത്രമായ ചിന്താഗതിയാണ്. ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ല. എന്നാൽ തന്റെ കുടുംബത്തിനു വേണ്ടി ഏതൊരു ത്യാഗത്തിനും ഇവർ തയ്യാറാകുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ഭാഗ്യവാന്മാരാണ്. പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. വക്കീൽ, രാഷ്ട്രീയ പ്രവർത്തകർ, ആത്മീയ പ്രഭാഷകർ, ഗവേഷകർ, മെഡിക്കൽ ഫീൽഡ് എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു. ശത്രുക്കളെ പരാജയപ്പെടുത്തി മുന്നേറാനുള്ള കരുത്ത് ഇവർക്ക് കരിയറിൽ വലിയ നേട്ടങ്ങൾ നൽകുന്നു. ഓരോ പാദത്തിലും ജനിക്കുന്നവർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും. ധനു നവാംശത്തിൽ ഉൾപ്പെട്ട ഒന്നാം പാദക്കാർക്ക് അറിവിനോടുള്ള ആഗ്രഹം കൂടുതലായിരിക്കും. എന്നാൽ അല്പം ദേഷ്യപ്രകൃതക്കാരായിരിക്കും. കന്നി നവാംശത്തിൽ ഉൾപ്പെട്ട രണ്ടാം പാദക്കാർ കഠിനാധ്വാനികളായിരിക്കും. കലകളിലും എഴുത്തിലും താല്പര്യമുണ്ടാകും. മിഥുന നവാംശത്തിൽ ഉൾപ്പെട്ട മൂന്നാം പാദക്കാർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂടുതലുള്ളവരായിരിക്കും. ഇവർ തമാശപ്രിയരായിരിക്കും. കർക്കടക നവാംശത്തിൽ ഉൾപ്പെട്ട നാലാം പാദക്കാർ വൈകാരികമായ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുണ്ടാകും. മൂലം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും ആരാധിക്കുന്നത് ഉത്തമമാണ്. കേതുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അമിതമായ ദേഷ്യം നിയന്ത്രിക്കുക എന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേൾക്കുക എന്നതും ഇവരുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. മൂലം നക്ഷത്രത്തിന്റെ ഈ ആഴമേറിയ അന്വേഷണത്തിൽ നാം തിരിച്ചറിയുന്നത് ഒരു നക്ഷത്രത്തെയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ തന്നെ അതിശക്തമായ ഒരു ചാലക ശക്തിയെയാണ്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കരിനിഴലിൽ നിർത്തി ഈ നക്ഷത്രക്കാരെ മാറ്റി നിർത്തിയ ഒരു കാലഘട്ടത്തിന് ഇനി പ്രസക്തിയില്ല. കാരണം മൂലം കുലം മുടിക്കുമെന്ന പഴഞ്ചൊല്ലിന്റെ യഥാർത്ഥ പൊരുൾ ഭൗതികമായ തകർച്ചയല്ല, മറിച്ച് കാലഹരണപ്പെട്ട ചിന്താഗതികളെയും അഹങ്കാരത്തെയും മുരടിപ്പിനെയും വേരോട് പിഴുതിറങ്ങി പുതിയൊരു സംസ്കാരം പടുത്തുയർത്തുക എന്നതാണ്. മൂലം നക്ഷത്രക്കാർ പ്രപഞ്ചത്തിന്റെ വേരുകളാണ്. മണ്ണിനടിയിൽ ആരും കാണാതെ കിടക്കുന്ന വേരുകളാണ് വടവൃക്ഷത്തെ താങ്ങി നിർത്തുന്നത്. അതുപോലെ ലോകത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിക്കാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും നിയോഗിക്കപ്പെട്ടവരാണിവർ. തകർച്ചകളിൽ തളരാതെ ഓരോ വീഴ്ചയെയും ഒരു പാഠമാക്കി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഇവരുടെ കഴിവ് അദ്വിതീയമാണ്. ഭയപ്പെടാനല്ല, മറിച്ച് ആദരിക്കപ്പെടാനാണ് ഈ നക്ഷത്രം അർഹമെന്ന് ഇവരുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ നക്ഷത്രത്തിന്റെ അധിപനായ കേതു ഭൗതികമായ മോഹങ്ങൾക്കപ്പുറം ആത്മീയമായ ഉണർവിലേക്കാണ് ഇവരെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഇവരെ പാകപ്പെടുത്താനുള്ള അഗ്നിപരീക്ഷകൾ മാത്രമാണ്. കനലിൽ വെന്താലേ സ്വർണത്തിന് തിളക്കം കൂടുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് മൂലത്തിന്റെ യഥാർത്ഥ തേജസ് പുറത്തു വരുന്നത്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹവും സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടവും ഇവരുടെ രക്തത്തിൽ ലയിച്ചിരിക്കുന്നു. നിങ്ങൾ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ ലോകം നിങ്ങളെക്കുറിച്ച് പറയുന്ന നെഗറ്റീവ് ചിന്തകൾക്ക് ചെവി കൊടുക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നശിപ്പിക്കാനല്ല, മറിച്ച് വെളിച്ചം പകരാനുള്ളതാണ്. നിങ്ങളുടെ വാക്കിന്റെ മൂർച്ചയും പ്രവൃത്തിയുടെ വേഗതയും ലോക നന്മയ്ക്കായി ഉപയോഗിക്കുക. ഹനുമാൻ സ്വാമിയെപ്പോലെ അചഞ്ചലമായ ഭക്തിയും ആത്മവിശ്വാസവും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്ത ഉയരങ്ങളില്ല. ഈ നക്ഷത്രത്തിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള യാത്ര നമ്മെ എത്തിക്കുന്നത് ഒരു വലിയ സത്യത്തിലേക്കാണ്. ഏതൊരു പ്രപഞ്ചശക്തിയും മോശമല്ല. ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ദൗത്യമുണ്ട്. മൂലം നക്ഷത്രത്തിന് അത് പരിവർത്തനമാണ്. പഴയത് നശിച്ചാലേ പുതിയത് ജനിക്കൂ എന്ന പ്രകൃതി നിയമത്തിന്റെ കാവൽക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് മൂലം നക്ഷത്രക്കാരെ മാറ്റി നിർത്തേണ്ടവരല്ല, മറിച്ച് ചേർത്ത് പിടിക്കേണ്ടവരാണ്. അവർ വിപ്ലവകാരികളാണ്, ദാർശനികരാണ്, എല്ലാറ്റിനുമുപരി സത്യസന്ധരായ മനുഷ്യരാണ്. ഇരുളിന്റെ മറനീക്കി പുറത്തു വരുന്ന ചന്ദ്രനെ പോലെ ഈ നക്ഷത്രത്തിന്റെ മഹത്വം വരും തലമുറകൾ തിരിച്ചറിയട്ടെ. ഒരു വേരിൽ നിന്ന് 1000 ശാഖകൾ പടർന്നു പന്തലിക്കുന്നത് പോലെ മൂലം നക്ഷത്രക്കാരുടെ ഖ്യാതി ലോകമെങ്ങും വ്യാപിക്കട്ടെ.